ഞങ്ങളിന്ന് ഉപ്പാനെയും ഉമ്മാനെയും കൂട്ടി ദുബായിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. ബുർജുൽ അറബ്, പാം ജുമേറയിലെ അറ്റ്ലാന്റിക് ഹോട്ടല്, മറ്റു കെട്ടിട സമുച്ചയങ്ങളൊക്കെ അടങ്ങുന്ന ദുബായിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളൊക്കെ അവരെ കൊണ്ട് കാണിച്ചു. അങ്ങനെ നമ്മൾ ദുബായിലെ പ്രധാന ഐക്കണായ ദുബായ് മാളിൽ ഞങ്ങളെത്തി. അവിടുത്തെ ഓരോ കാഴ്ചകളും ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐസ്റിങ്കിൽ സ്കേറ്റിംഗ് ചെയ്യുന്ന പിള്ളേരുടെ അഭ്യാസ പ്രകടനങ്ങളും കണ്ടു. ദുബായ് അക്വേറിയത്തിലെ മത്സ്യക്കാഴ്ചകൾക്കൊപ്പം കടൽപ്പുറ്റുകളുടെ നേർക്കാഴ്ചകളും ഞങ്ങൾ കണ്ടാസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫയ്ക്ക് മുന്നിലുള്ള വാട്ടർ ഫൗണ്ടൻ കാണാനായി എത്തി. Close your eyes and dim the lights. All we need is one night in Dubai. One night in Dubai. പിറ്റേ ദിവസം ഞങ്ങൾ ദുബായ് മെട്രോ യാത്രക്കും ദുബായിയുടെ പൗരാണിക കാഴ്ചകളും കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബർദുബായിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വന്നു. നേരെ വന്നത് ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് അൽ മക്തൂമിൻ്റെ പഴയ പാലസ് സന്ദർശിക്കാനാണ്. അവിടുത്തെ ചരിത്രവും അവരുടെ കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഞങ്ങൾ നേരിൽ കണ്ടു. അവിടുത്തെ മജ്ലിസിലൊക്കെ ഒന്ന് കയറിയിരുന്ന് പഴയ രാജപ്രൗഢിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പൗരാണിക ദുബായിയുടെ ചരിത്രമുറങ്ങുന്ന ബർദുബായിയുടെ ആ തെരുവിലൂടെ ഞങ്ങൾ അല്പനേരം അങ്ങനെ നടന്നു കണ്ടു. അങ്ങനെ ഇവിടുത്തെ പരമ്പരാഗത യാത്രാ സംവിധാനമായ അബ്രയിലെ യാത്ര ആസ്വദിച്ച് ലേരയിലെ തീരത്തേക്കായി ഞങ്ങളും പുറപ്പെട്ടു. അബ്ര യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ദുബായിലെ ഗോൾഡ് സൂക്ക് കാണാനാണ്. അവിടെ ഒരു ഷോപ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ മോതിരവും അതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എല്ലാം ഞങ്ങൾ നേരിൽ കണ്ട്
തിരിച്ചു പോകാനായി ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ദുബായ് പര്യടനത്തിൻ്റെ ആദ്യ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്.